with a silent prayer. How are you all? I hope all of you are good. In the previous class, we have seen the multiplication of new numbers. And I hope all of you did the homework also. Today in this class, we are going to continue the same topic and we will see some results too. So let's move to the first question. The first question is, what is the area of the rectangle? And express the answer in decimal form. You can see a rectangle whose length and breadth are given. And what is the length of this rectangle? Yes, √3 meter. And what is the breadth of the rectangle? Very good, √2 meter. And what do you have to find? Area of rectangle. And how will you find this? Or what is the formula for this? Yes, length into breadth. And that is √3 into √2 meter square. Isn't it? So, ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാമോ? √3 into √2. എത്ര ആൻസർ എന്ന് അറിയാമോ? ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്തത്? ഒരു ഫ്രാക്ഷൻ പിന്നെ √3 അല്ലെങ്കിൽ √2 മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ നമുക്കറിയാം അല്ലെ? നമുക്ക് അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പക്ഷേ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യും നമ്മൾ? നമുക്കറിയാമോ? ഇല്ല. സോ വി ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ ഡെസിമൽ ഫോം. കാരണം ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്രസ് ദ ആൻസർ ഇൻ ഡെസിമൽ ഫോം. അപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ള അറിവ് വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. Now all of you fill the blank given in the question. ഇതിൽ തന്നെ ആദ്യം നോക്കിയേ √3. √3 എങ്ങനെയാ? 1.7, 1.73, 1.732 അങ്ങനെ എന്തിനാ എഴുതിയിരിക്കുന്നത്? കാരണം നമ്മൾ ആദ്യത്തെ ഈ ചാപ്റ്റർ തുടക്കത്തിൽ നമ്മൾ √3യുടെയും √2ന്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു. അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? √3യുടെ വാല്യൂ ആദ്യം 1.7, പിന്നെ 1.73, 1.732 അങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്രയും വാല്യൂസ് എടുക്കുന്നു അത്രയും ഈ വാല്യൂസ് എല്ലാം √3യോട് വളരെ വളരെ അടുത്താണ് വന്നുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ √2ന്റെ വാല്യൂ നമ്മൾ അപ്രോക്സിമേറ്റ്ലി എത്രയായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്? 1.414. അതെങ്ങനെ കിട്ടി നമുക്ക്? √2 ആദ്യം 1.4 അടുത്ത് വന്നു, 1.41 കുറച്ചും കൂടെ അടുത്ത് വന്നു, അങ്ങനെ √2നോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് 1.414 ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ചോദ്യം √3 into √2. ഇവിടെ നിങ്ങൾ എന്ത് ഫില്ല് ചെയ്യും? ആദ്യത്തെ ബ്ലാങ്ക് നിങ്ങൾ എങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യുക? √3 1.7 ആണെന്നറിയാം, √2 1.4 ആണെന്നറിയാം. അപ്പൊ √3 into √2 എന്ന് പറയുന്നത് 1.7 into 1.4 എന്ന് പറയാൻ പറ്റില്ലേ? പറ്റും. ഇനി അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞേ. ആദ്യം നിങ്ങൾ 17ഉം 14ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കിട്ടും? 7 into 4 28, remaining 2, 1 into 4 4, 4 plus 2 6, 1 into 7 7, 1 into 1 1. On adding 8, 6 plus 7 is 13, remaining 1, 1 plus 1 is 2. ഇനി 1.7ൽ എത്ര പ്ലേസ് കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് ഇട്ടിരിക്കുന്നത്? 1 പ്ലേസ്. 1.4ലും ഒരു ഡിജിറ്റ് കഴിഞ്ഞാൽ പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടായിരിക്കും പോയിന്റ് ഇടേണ്ടത്? 2 പ്ലേസ്. കറക്റ്റ്. നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? 2.38 എന്നാ കിട്ടിയത്. പക്ഷെ നോക്കിയേ 1.7 1.4 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒറ്റ ഡിജിറ്റിലേക്ക് നമ്മൾ ചുരുക്കിയിരിക്കുന്നത് 1.7 1.4. അപ്പൊ നമ്മുടെ ആൻസറും ഒരു ഡിജിറ്റല്ലേ വരാൻ പാടുള്ളൂ. അപ്പൊ ഈ 2.38 നമുക്കിപ്പോ കിട്ടിയത്. നിങ്ങൾ അതിനെ എങ്ങനെ കുറച്ചും കൂടെ ചെറുതാക്കും? 8 5നേക്കാൾ വലുതായതുകൊണ്ട് നമുക്കിത് റൗണ്ട് ഓഫ് ചെയ്യാം അല്ലെ? അപ്പൊ 2.38 റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു 1 8നെ കളയാൻ വേണ്ടി ഒരു 1 ഇങ്ങോട്ട് ആഡ് ചെയ്യുക 3യുടെ കൂടെ. അപ്പൊ 2.4 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബ്ലാങ്ക് എങ്ങനെ ആയിരിക്കും ഫില്ല് ചെയ്യുക? ഇറ്റ്സ് 2.4. വെരി ഗുഡ്. അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. നമുക്ക് ജസ്റ്റ് റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പം ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കാണിച്ചത് ഇതും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഇനി ഉള്ള ബാക്കി സ്റ്റെപ്പുകൾക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം.
അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞേ. What will be the second blank? What will be the answer here? Yes, multiplying 1.73 and 1.41. We get 2.44. You can verify it. ചിലപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കിട്ടുന്ന 3-4 ഡിജിറ്റ്സ് ആയിരിക്കും. അത് നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്ത് 2 ഡിജിറ്റ് പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റിലേക്ക് എത്തിക്കണം. Then, what about the third one? Again multiplying 1.732 and 1.414. We get 2.449. The next blank is filled with the correct 2.4494. The next, yes, 2.44948. അപ്പം നമ്മൾ എത്രയും ചെയ്യുന്ന അത്ര ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാം. അപ്പം ഫൈനലി വാട്ട് യു ക്യാൻ സേ, വാട്ട് വിൽ ബി √3 into √2? അതൊന്ന് ആലോചിക്കുക. √3 നമ്മൾ 1.732 ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾ അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തത്. √2നെ 1.414 ആയിട്ടാണ് അപ്രോക്സിമേറ്റ് ചെയ്തത്. അപ്പൊ √3 into √2 എത്രയായിരിക്കും? നോക്കി പറഞ്ഞേ. വെരി ഗുഡ്. 2.44948 എക്സെട്ര. ഞാനത് റൗണ്ട് ഓഫ് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ വാല്യൂ ഇരിക്കട്ടെ. അപ്പം നമുക്ക് √3 into √2 എന്ന് പറയുന്നത് 2.44948 കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ കണക്കിലും നമുക്ക് ഇങ്ങനെ √2 എടുക്കുന്നു, √3 എടുക്കുന്നു, അങ്ങനെ ചെയ്യുന്ന ഭയങ്കര പാടാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ചുപേർ ഇങ്ങനെ ചെയ്യുമായിരിക്കും. √2ന്റെ വാല്യൂ 1.414 ആണല്ലോ, √3യുടെ വാല്യൂ 1.732. അപ്പൊ 2 ഡെസിമൽസ് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അതും ചിന്തിക്കുക, അതും ശരിയാണ്, തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അത് ഡെസിമൽ ഫോംസ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ പോയിന്റ് മാറ്റി നമ്മൾ ഇത്ര പ്ലേസ് മാറ്റി പോയിന്റ് ഇടണം. അപ്പൊ കുറച്ചൊക്കെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ നോക്കാം. അങ്ങനെ ചെയ്യുന്നത് ശരിയാ, തെറ്റൊന്നും അല്ല, ശരിയാണ്. പക്ഷെ സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ √2ന്റെ √3യുടെ വാല്യൂ കണ്ടുപിടിച്ച സ്റ്റെപ്പ് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം. അത് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് പറഞ്ഞൊരു കാര്യമായത്. ദ നമ്പേഴ്സ് 1.4 സ്ക്വയർ, 1.41 സ്ക്വയർ, 1.414 സ്ക്വയർ എക്സെട്ര ഗെറ്റ്സ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 2. അതേപോലെ √3യുടെ കേസിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദ നമ്പേഴ്സ് 1.7 സ്ക്വയർ, 1.73 സ്ക്വയർ, 1.732 സ്ക്വയർ, അങ്ങനെ അതും ഗെറ്റ്സ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 3. അത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. Now I have some questions for you. First question, to which number the product of these squares get closer and closer and why? ചോദ്യം മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ നോക്കിയേ. ഫോർ എക്സാമ്പിൾ, ആദ്യം ഇവിടെ 1.4 സ്ക്വയർ ഉണ്ട്, ഇവിടെ 1.7 സ്ക്വയർ ഉണ്ട്. ഇതിന്റെ പ്രൊഡക്റ്റ് ഓഫ് ദീസ് സ്ക്വയേഴ്സ്, ചുമ്മാ എടുക്കരുത്, ഓരോ ഇപ്പൊ 1.4 സ്ക്വയർ എടുത്താൽ അതിനോട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1.7 സ്ക്വയർ. അങ്ങനെ പ്രൊഡക്റ്റ് എടുത്താൽ അത് ഏത് നമ്പറിനോടായിരിക്കും അടുത്തടുത്ത് വരിക? ആൻഡ് യു ഹാവ് ടു ടെൽ മീ ദ റീസൺ ടു. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ആർ, ഒരേപോലെ എടുക്കണം. ആദ്യം 1.7 സ്ക്വയർ എടുത്തു, അപ്പൊ അതിനോട് ഏതായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യാം? ഗുഡ്, 1.4 സ്ക്വയർ. സോ ദാറ്റ് വി ഗെറ്റ്, ഇനി നിങ്ങൾ ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ കാണിക്കുവാണേ, 3 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ആണെങ്കിൽ അതിനെ നമുക്ക് 3 into 2 the whole square എഴുതാൻ പറ്റുമല്ലോ? പറ്റും. അതേപോലെ തന്നെ ആ റിസൾട്ട് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചിരിക്കുക. a raised to m into b raised to m equal to a into b the whole raised to m. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചിരിക്കുക, ചിലപ്പോൾ എക്സാമ്പിൾ വെച്ചായിരിക്കും പഠിച്ചിരിക്കുക. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ് 1.7 into 1.4 the whole square. അഗൈൻ അടുത്ത ഏത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്? 1.73 square into 1.41 square, and this can be rewritten as 1.73 into 1.41 square. Next, yes, 1.732 square into 1.41 square. This gives 1.732 into
1.414 the whole square. Next. Okay. അപ്പോൾ ഇവിടെ വരെ നിങ്ങൾ ചെയ്തു. ഇനി താഴെ ഒരു ബോക്സ് കാണുന്നുണ്ടോ? നമ്മളിത് കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാ. ഇവിടെ നോക്കിയേ. ഇത് കണ്ടോ? 1.7 into 1.4 the whole square. നിങ്ങൾക്ക് അതിനെ റീപ്ലേസ് ചെയ്ത് വല്ലതും എഴുതാൻ പറ്റുമോ? നന്നായിട്ട് ആലോചിച്ച് നോക്കിയേ. കാരണം 1.7 എവിടെ ഉണ്ട്, 1.4 ഇവിടെ ഉണ്ട്. ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അതായത് √3 into √2. അതാണല്ലോ നമുക്ക് കിട്ടുന്ന 2.4. അപ്പൊ നമുക്ക് ഈ 1.7 into 1.4 എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ ഏത് നമ്പർ കൊണ്ട് മാറ്റി എഴുതാം? യെസ്, 2.4 the whole square കൊണ്ട് മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ അടുത്തത് 1.73 into 1.41 square ഏത് നമ്പർ കൊണ്ട് റീപ്ലേസ് ചെയ്യാം? യെസ്, 2.44 square. അപ്പൊ അടുത്തതോ 2.449 square. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാം. ഇപ്പൊ ഇവിടെ വരെ കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമല്ലോ, 2.4 square, 2.44 square, 2.449 square, etc. get closer and closer to 2 into 3. അല്ലേ? മനസ്സിലായില്ലേ അത്? ഓക്കെ. നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ എന്താ പറഞ്ഞു നിർത്തിയേ? 2.4, 2.44, etc. get closer and closer to 2 into 3. What is this 2 into 3? 6. So 2.4 square, 2.44 square, 2.449 square, etc. get closer and closer to 6. Now, using calculator, find what is 2.4 the whole square. Yes, 5.76. So what about 2.44 the whole square? 5.9536. What about 2.449 the whole square? Yes, 5.997601. If you analyze each of these value, 5.76, 5.95 and 5.99, and if we continue like this, to which number this number get closer? ഏത് നമ്പറിനോട് ഏറ്റവും അടുത്ത് വരുന്നത്? 5.7 ആയി, 5.95 ആയി, 5.99 ആയി. To which natural number? Yes, good. 6. 6നോടാണ് ഏറ്റവും അടുത്ത് വരിക. അപ്പൊ എന്ത് പറയാം? അപ്പൊ ഈ 2.4, 2.44, 2.449 ഈ നമ്പേഴ്സിന്റെ എല്ലാം സ്ക്വയർ 6നോടാണ് അടുത്ത് വരുന്നതെങ്കിൽ എന്റെ അടുത്ത ചോദ്യം 2.4, 2.44, 2.449 ഈ നമ്പേഴ്സ് ഏതിനോടായിരിക്കും ക്ലോസ് ആയിട്ട് വരിക? Get closer and closer to √6, isn't it? Okay. Now I have one more question to you. How can you write the fractions approximating these numbers? These numbers കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2, 3 and 6. ഇപ്പൊ നമുക്ക് ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം എത്തി 2.4, 2.44 ഈ നമ്പേഴ്സ് √6നോടാണ് ഏറ്റവും അടുത്ത് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റിനോട് ആൻസർ നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഈ ദീസ് നമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2, 3 and 6 ആണ്. അപ്പം 2, 3 and 6 ഈ മൂന്ന് നമ്പേഴ്സിനോട് അടുത്ത് വരുന്ന ഫ്രാക്ഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 2 and 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. 3യോട് അടുത്ത് വരുന്ന ഏതൊക്കെയാ? 1.7 square, 1.73 square, 1.732 square, 1.7320 square അങ്ങനെ. അതേപോലെ 2നോട് അടുത്ത് വരുന്ന ഏതൊക്കെയാ? 1.4 square, 1.41 square, 1.414 square, 1.4142 square അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് കാണുന്നു. വാട്ട് അബൌട്ട് 6? 6 എന്ന് പറഞ്ഞ നമ്പറിനോട് അടുത്ത് വരുന്ന ഏതായിരിക്കും? ഇപ്പൊ എന്തായാലും നമ്മൾ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഫസ്റ്റ് ഏതാ? കറക്റ്റ്, 2.4 സ്ക്വയർ. അടുത്ത ഏതാ? 2.44 സ്ക്വയർ. അടുത്തത് 2.449 സ്ക്വയർ. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇത് നല്ലോണം അനലൈസ് ചെയ്തേ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? ഈ ലാസ്റ്റ് റോ മാത്രം, 6ന്റെ റോ മാത്രം അനലൈസ് ചെയ്ത് എന്ത് പറയാം? 2.4 square, 2.44 square, etc. gets closer and closer to 6. അല്ല നമുക്ക് ഇങ്ങനെ പറയാലോ, the squares of the numbers 2.4, 2.44, 2.449, etc. get closer and closer to 6.
So what can you say about the value root 6? ഈ രണ്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ഒന്നുകൂടെ പറഞ്ഞേ. എന്ത് നിങ്ങൾക്ക് പറയാം? റൂട്ട് 6 എന്ന് പറഞ്ഞ വാല്യൂ എന്തിനോടായിരിക്കും ഈക്വൽ ആയിട്ട് വരിക? യെസ്, 2.44948. ഇത് കിട്ടിയില്ലേ? ഓക്കെ. ഈ സ്റ്റെപ്പുകൾക്ക് ഇച്ചിരി കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആദ്യം ചെയ്ത് നോക്കുക. ഓക്കെ. So we have discussed about root 3, the values of root 3, root 2 and root 6 now. ഇനി നമ്മൾ എന്തിനാണ് ഈ വാല്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ തന്നു, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഏരിയ നിങ്ങൾക്ക് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 എന്ന് കിട്ടി. പക്ഷെ അത് നമുക്ക് ഡെസിമൽ ഫോംസിൽ എക്സ്പ്രസ് ചെയ്യണമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്കത് ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പം ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നിങ്ങൾക്ക് എന്ത് കിട്ടി? root 3 into root 2 is approximately equal to 2.44948 എന്ന് കിട്ടി. And then ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ വെച്ച് root 6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 2.44948 എന്ന് കിട്ടി. So by analyzing these two, can you say anything? Yes, correct. root 3 into root 2 is the same as root 6. അല്ലേ? ഇത് രണ്ടിൻ്റെ വാല്യൂസ് സെയിം ആണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ നോക്കിയേ. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 അതിനെ ഒറ്റ സ്ക്വയറിന്റെ കീഴിൽ എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ ചോദ്യം റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2നെ നിങ്ങൾ എങ്ങനെ റൂട്ട് 6 ആയിട്ട് എക്സ്പ്രസ് ചെയ്യും? ദിസ് ക്യാൻ ബി റിട്ടൺ ടുഗദർ ലൈക്ക് റൂട്ട് 3 ഇൻറ്റു 2 ആൻഡ് ദിസ് ഗീവ്സ് റൂട്ട് 6. അപ്പം ചെറിയൊരു റീഅറേഞ്ച്മെന്റ് മാത്രം മതിയായിരുന്നു നമുക്ക് നമ്മുടെ ആൻസർ കിട്ടാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നോക്കിയേ. ഈ രണ്ട് സ്റ്റെപ്പുകൾ ശരിക്കും ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജനറലൈസേഷൻ പറയാൻ പറ്റുമോ? നമുക്ക് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 റൂട്ട് 6 ആണെന്നറിയാം. അതെങ്ങനെ കിട്ടി? 3 ഇൻറ്റു 2 6 ആണ്. സ്ക്വയർ റൂട്ട് ഈസ് ടേക്കിംഗ് ഇൻ കോമൺ. അതായിരുന്നു സംഭവം. ഇപ്പം ഞാൻ റൂട്ട് 3നെ കയറി ഒരു റൂട്ട് എക്സ് എന്ന് വിളിച്ചു. റൂട്ട് 2നെ കയറി റൂട്ട് വൈ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ഫോമിലാണ് കിടക്കുന്നത്? റൂട്ട് 3 ഇൻറ്റു 2 എന്ത് ഫോമിലാന്ന് പറയാമോ? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ. ഈ ഫോമിലായിരിക്കും അല്ലേ? സോ what we can say? For any two positive numbers x and y, root x into root y equal to square root of x into y. x into y നമുക്ക് ഒരുമിച്ച് xy എന്ന് എഴുതാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഒരു generalization. In words, we can say that the product of square roots is equal to square root of the product. Product of square roots എന്ന് വെച്ചാൽ എന്താ? രണ്ട് സ്ക്വയർ റൂട്ട്സ് എടുക്കുന്നു, അതിനെ പ്രൊഡക്റ്റ് ചെയ്യുന്നു. അതാണ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ. അതെന്തിനോട് ഈക്വലാ? സ്ക്വയർ റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ്. ആദ്യം പ്രോഡക്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ആദ്യം രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുന്നതിനോട് തുല്യമാണ്. ദിസ് ഇസ് ദ റിസൾട്ട്. നമ്മൾ ആദ്യത്തെ ചോദ്യം ഏതെന്ന് ഓർക്കുന്നുണ്ടോ? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ നമുക്ക് അവസാനം റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 എന്ന് കിട്ടി. അതിനെ നമുക്കറിയാവുന്ന റിസൾട്ടൊക്കെ ഉപയോഗിച്ച് റൂട്ട് 6 എന്ന് കണ്ടുപിടിച്ചു. റൂട്ട് 6 എന്ന് പറയുന്നത് 2.4494 ആണ് കിട്ടി. അപ്പം നമ്മൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. അപ്പം അതേപോലെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് അങ്ങനത്തെ ആ ഒരു റിസൾട്ട് ഉപയോഗിക്കാം. ഇനി ഈ റിസൾട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വേറെ കുറച്ച് സിറ്റുവേഷൻസിലാണ്. അതാണ് നമ്മളിനി കാണാൻ പോവുക. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ of perpendicular sides 3 cm each and simplify the answer. You can see a right triangle at the right with perpendicular sides. Perpendicular sides എന്ന് പറയുമ്പോൾ തന്നെ ഏതാത്? ബേസ് ഹൈറ്റും ആണ്. അപ്പം അത് രണ്ടും 3 cm വെച്ചാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൈപ്പോട്ടന്യൂസ്. So how will you find? Yes, by Pythagoras theorem. What we know? Base square plus height square is hypotenuse square. Then base and height are 3. So base square plus height square become 3 square plus 3 square. And we get 9 plus 9. That is 18. Good. So what will be hypotenuse? Yes, it's root 18 centimeter. അപ്പം ഇത്രയും മതി, ആൻസർ ഇത് മതി. പക്ഷെ നമുക്ക് ചോദ്യത്തിൽ നോക്കിയേ, സിംപ്ലിഫൈ ദ ആൻസർ എന്നുണ്ട്. അപ്പം ഇത് മാക്സിമം സിംപ്ലിഫൈ ചെയ്യണം.
ഇനി റൂട്ട് 18ലേക്ക് നന്നായിട്ടൊന്ന് നോക്കിയേ. റൂട്ട് 18 നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ 18നെ സിംപ്ലിഫൈ ചെയ്യുന്ന കാര്യം ഓർത്താൽ മതി. 18നെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഒന്നുകിൽ 1 into 18 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 into 9 എന്ന് എഴുതാം, 3 into 6, അങ്ങനെ ഈ 3 രീതിയിൽ എഴുതാം. പക്ഷെ ഇതിൽ ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ്? നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്ത മാക്സിമം സിംപ്ലിഫിക്കേഷൻ വരണം. ഏതായിരിക്കും? സെക്കൻഡ് വൺ അല്ലേ, 2 into 9. That is 18 can be written as 18 equal to 9 into 2. So root 18 becomes, yes, root 9 into 2. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ ഫോമിലായിരുന്നു. അപ്പം നമ്മുടെ റിസൾട്ട് വെച്ച് അതിനെ എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വൈ, അതായത് റൂട്ട് 9 ഇൻറ്റു റൂട്ട് 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി പറഞ്ഞു എന്താ റൂട്ട് 9? 3. So this can be rewritten as 3 root 2. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 18 സെന്റിമീറ്റർ ആയിരുന്നു. ഇപ്പം നമുക്ക് എത്ര കിട്ടി? 3 root 2 എന്ന് കിട്ടി. So hypotenuse is 3 root 2. And what is root 2? Approximately equal to 1.414. And this can be written as 3 into 1.414. So after multiplication, what you get? Yes, 4.242 centimeter. So the hypotenuse is 4.242 centimeter. Let's do one more problem. From the pairs of numbers given below, find the product. First question, root 3 and root 12, and the second is root 5 and root 8. You have to find the product. So what will be the first one? Root 3 and root 12. What will you do? Yes, you will multiply. So root 3 into root 12. And which result you are going to apply here? Root x into root y equal to square root of xy. So what will be the next step? Yes, square root of 3 into 12. What is 3 into 12? Square root of 36. What is square root of 36? It's 6. Okay, so the answer is 6. Again, root 5 into root 8. That is the second question. So the next step becomes, very good, root of 5 into 8. And that is root 40. ഇനി root 40 സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെ എഴുതാം? അതായത് ഒരെണ്ണം നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന രീതിയിൽ എഴുതണം. എങ്ങനെ? സ്ക്വയർ റൂട്ട് ഓഫ് 10 into 4. അതിൽ 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? ഓക്കെ, then how will you split this? By the result here. And what you get? Square root of 10 into square root of 4. And square root of 4 is 2. So we get 2 root 10. This is the maximum simplification. ഇപ്പോൾ റൂട്ട് 10ന്റെ വാല്യൂ തന്നിരുന്നെങ്കിൽ നമുക്ക് അതും കൂടെ സിംപ്ലിഫൈ ചെയ്യാമായിരുന്നു. ഇല്ലെങ്കിൽ ഇതാണ് മാക്സിമം സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുക. These two are the homework questions for you. All of you write it down and do it by yourself. In this class, we have seen a generalization. That is, square root of x into square root of y equal to square root of x into y for all positive numbers x and y. And we have done some problems too. So, do the homework question, get a thorough understanding of the concept, and let's meet in the next class. Thank you and have a nice day.